നമസ്കാരം. ലയണൽ മെസ്സി ഇല്ലായിരുന്നുവെങ്കിൽ അർജന്റീന ഇപ്പോൾ എവിടെ എത്തുമായിരുന്നു? ഒരുപക്ഷെ ബ്യൂണസ് ഐറിസിലേക്കുള്ള മടക്ക വിമാനത്തിൽ. ജൂലൈ 19 ട്രംപ് ടവറിലെ ഫിഫ ആസ്ഥാനത്ത് പുതിയ അവകാശിയെ കാത്തിരിക്കേണ്ടിയിരുന്ന ലോകകപ്പ് ട്രോഫി ഇപ്പോഴും അർജന്റീനയുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കുന്നത് ഫുട്ബോൾ ചരിത്രം കണ്ട എക്കാലത്തെയും മികച്ച ആ ഒരൊറ്റ കളിക്കാരന്റെ കരുത്തിലാണ്. ഫുട്ബോൾ ഗോട്ട് ആരെന്ന തർക്കം പോലെ ഡീഗോ മറഡോണ, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരുടെ ആരാധകർക്കിടയിൽ ഒരിക്കലും അവസാനിക്കില്ലായിരിക്കും. എന്നാൽ ഈ ലോകകപ്പ് ഒരു കാര്യം അടിവരയിടുന്നു: മെസ്സിക്ക് പകരക്കാരനാകാൻ ലോകത്ത് മറ്റാരുമില്ല. സംശയമുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം മിയാമിയിൽ വെച്ച് അർജന്റീനയെ വിറപ്പിച്ച കേപ്പ് വെർദെയോടോ അല്ലെങ്കിൽ അറ്റ്ലാന്റയിൽ അവരുടെ നെഞ്ചിൽ തീ കോരിയിട്ട ഈജിപ്തിനോടോ ചോദിച്ചാൽ മതി. അറ്റ്ലാന്റയിൽ ഈജിപ്ത് ചരിത്ര വിജയത്തിന്റെ വക്കിലായിരുന്നു. മുഹമ്മദ് സലായുടെ മികവിൽ കളി അവസാനിക്കാൻ 10 മിനിറ്റിൽ താഴെ മാത്രം ബാക്കി നിൽക്കെ ഈജിപ്ത് 2-0 മുന്നിലായിരുന്നു. നിലവിലെ ചാമ്പ്യന്മാരുടെ പുറത്താകൽ ഉറപ്പായ നിമിഷം. എന്നാൽ അവിടെയാണ് മെസ്സി എന്ന മാന്ത്രികൻ അവതരിച്ചത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഒരു പെനാൽറ്റി പാഴാക്കുകയും കളത്തിലുടനീളം നിശബ്ദനായിരിക്കുകയും ചെയ്ത 39-കാരനായ മെസ്സി ടീം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ട നിമിഷത്തിൽ തന്റെ വിശ്വരൂപം പുറത്തെടുത്തു. ആദ്യം ക്രിസ്ത്യൻ റൊമേറോയ്ക്ക് ഗോളിന് വഴിയൊരുക്കിയ മെസ്സി 5 മിനിറ്റിന് ശേഷം ഈ ലോകകപ്പിലെ തന്റെ 8ാം ഗോളിലൂടെ അർജന്റീനയ്ക്ക് സമനില സമ്മാനിച്ചു. ഒടുവിൽ 3-2 അവിശ്വസനീയമായ വിജയത്തോടെ ടീം ക്വാർട്ടറിലേക്ക്. അർജന്റീനയെ മെസ്സി വീണ്ടും രക്ഷിച്ചിരിക്കുന്നു. ഇന്റർ മിയാമി താരം കൂടിയായ മെസ്സി ഇതോടെ തുടർച്ചയായി 9 ലോകകപ്പ് മത്സരങ്ങളിൽ ഗോൾ നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി. ലോകകപ്പിൽ ആകെ 21 ഗോളുകളോടെ ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പയേക്കാൾ മുന്നിലെത്തി എക്കാലത്തെയും മികച്ച ടോപ്പ് സ്കോറർ പദവിയും മെസ്സി അലങ്കരിക്കുന്നു. എന്നാൽ മെസ്സിയുടെ ഈ തിളക്കത്തിനിടയിലും അർജന്റീനയുടെ കളി ആശങ്കാജനകമാണ്. അവർ അമിതമായി മെസ്സിയെ ആശ്രയിക്കുന്നുണ്ടോ? ക്വാർട്ടർ വരെയുള്ള അവരുടെ പാത വളരെ എളുപ്പമുള്ളതായിരുന്നുവോ? മെസ്സിക്ക് തിളങ്ങാൻ കഴിയാത്ത ഒരു മത്സരത്തിൽ അർജന്റീനയെ ആര് രക്ഷിക്കും എന്നീ ചോദ്യങ്ങൾ ഇവിടെ പ്രസക്തമാകുന്നുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സാന്നിധ്യം പോർച്ചുഗലിന് വിനയായപ്പോൾ മെസ്സിയുടെ സാന്നിധ്യം മാത്രമാണ് അർജന്റീനയെ മുന്നോട്ട് നയിക്കുന്നത്. ഇതുവരെ റാങ്കിങ്ങിൽ 23ാം സ്ഥാനത്തുള്ള ഓസ്ട്രിയ മാത്രമാണ് അർജന്റീന നേരിട്ട ഏറ്റവും ശക്തരായ എതിരാളികൾ. അൾജീരിയ, കേപ്പ് വെർദെ, ഈജിപ്ത്, ജോർദാൻ എന്നിവർക്കെതിരെയായിരുന്നു മറ്റ് മത്സരങ്ങൾ. ക്വാർട്ടറിലെ എതിരാളികളായ സ്വിറ്റ്സർലൻഡും ആദ്യ 10-ൽ ഉള്ളവരല്ല. അതുകൊണ്ട് തന്നെ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടോ അല്ലെങ്കിൽ ഫൈനലിൽ ഫ്രാൻസ്, സ്പെയിൻ തുടങ്ങിയ വമ്പന്മാരോ വരുമ്പോൾ മാത്രമേ അർജന്റീനയുടെ യഥാർത്ഥ ശക്തി അറിയാൻ സാധിക്കൂ. പ്രതിരോധത്തിലെ പിഴവുകളും ടീമിന് തലവേദനയാണ്. ജോർദാൻ, കേപ്പ് വെർദെ, ഈജിപ്ത് എന്നിവർക്കെതിരെ 3 മത്സരങ്ങളിൽ നിന്ന് 5 ഗോളുകളാണ് അർജന്റീന വഴങ്ങിയത്. കൂടാതെ മറ്റു സ്ട്രൈക്കർമാരുടെ ഫോമില്ലായ്മയും തിരിച്ചടിയാണ്.